ഇനിയും എത്ര കീറിമുറിക്കലും ഏറ്റുവാങ്ങാൻ ചങ്കൂറ്റമുണ്ടടാ എന്റെ നെഞ്ചത്ത് എന്നലറിക്കരഞ്ഞ് രംഗപ്രവേശനം നടത്തുന്ന മരപ്പലക. തൊട്ടുപുറകെ മൂവർ സംഘം, രൂപത്തിൽ സാദൃശ്യരും ഗുണഗണത്തിൽ ഭിന്നരും, ഒരമ്മ പെറ്റ മക്കളെപ്പോൽ, മൂന്നും മൂന്ന് തരം. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇവിടെ പറയണേ എന്ന ചിന്ത നിങ്ങളുടെ മുന്നിൽ വന്നില്ല എന്ന് നിൽക്കുമ്പോഴേക്കും മാറിയിരിക്കുന്ന വെള്ളരിക്കുട്ടന്മാർ അരങ്ങിലെത്തിക്കഴിഞ്ഞു. വാടിയതെങ്കിലും വലിപ്പത്തിൽ കുറിയവരെങ്കിലും തമ്മിൽ മെച്ചമായവനെ തെരഞ്ഞെടുത്ത് ബാക്കിയായവരെ നോക്കുകൂലിക്കിരുത്തി. ഒന്നാമൻ കത്തി, പേരുപോലെ കത്തി വന്ന് കടതല മുറിച്ചു. കക്കരിയുടെ കറ കളയാൻ കടഭാഗം വെച്ച് ഇങ്ങനെ കറക്കണമത്രേ. ഓരോ കണ്ടുപിടുത്തങ്ങളെ. രണ്ടാമത് വന്നത് രണ്ടാമനാണ്. അത് പിന്നെ അങ്ങനല്ലേ വരൂ. ഒരു തൊരപ്പന്റെ നയതന്ത്രപരമായ കൗശലത്തോടെയും അപ്പോത്തിക്കിരിയുടെ ഏകാഗ്രതയോടെയും വന്ന പണി പെട്ടെന്ന് തീർത്ത് രണ്ടാമൻ മടങ്ങി. അവസാനമായി മുടിയനായ മൂന്നാമത്തോൻ, മനുഷ്യരുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഒത്തുചേർന്ന ഉത്തമൻ മന്നം കയറി വന്ന് പച്ചയ്ക്ക് തോലുരിച്ചു. ഷെടാ, ഇത് രണ്ടാമത് ചെയ്യേണ്ടതല്ലേ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല. നമ്മൾ എത്തേണ്ടിടത്ത് നമ്മൾ കൃത്യമായി എത്താത്ത പക്ഷം കൗശലവും ഏകാഗ്രതയും അളവിൽ കൂടുതലുള്ളവർ മന്ദഗതിക്കാരെ പിന്നിലാക്കി കാര്യം നടത്തി കൈകഴുകും എന്ന മഹത്തരമായ പാഠമാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് വിളമ്പിയത്. ഗുണപാഠം അവസാനിച്ച സ്ഥിതിക്ക് ഇനി ചേരുവകളിലേക്ക് കടക്കാം. ഉപ്പും മുളകുപൊടിയും സമാസമം ഇളക്കി മറിച്ച് കക്കരിയുടെ അധരം ചോപ്പിച്ചെടുക്കണം. നഗരമധ്യത്തിൽ ചെടിച്ചട്ടിക്കുള്ളിലെ പരിമിതികളിൽ നിന്ന് ഉയർന്നു പൊങ്ങി പടർന്ന് പന്തലിച്ച് പൂത്തുകാച്ച് പഴുത്തു തുടങ്ങുന്ന കാന്താരിയിൽ നിന്ന് പച്ചയായ ഒന്നിനെ ഇറുത്തെടുത്ത് തെക്കോട്ട് കിടത്തി കാലി പിടിച്ച് തലയ്ക്കൊന്ന് കൊടുക്കുമ്പോ അമ്മേ എന്നൊരു നിലവിളി കാതിലും എരിവ് നമ്മുടെ മൂക്കിലും കിട്ടണം. ഹോ, എന്തൊരു ഉന്മാദം! ഇനി ചമയങ്ങൾ അണിഞ്ഞ ചന്തത്തിലിരിക്കുന്ന വെള്ളരിയുടെ വാവഴി ആദ്യം കാന്താരിയും, ഉണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാലയും, ഒരു വലിയ നാരങ്ങയുടെ ചെറിയ തുണ്ട് മുറിച്ച് എണ്ണി 8 തുള്ളി. തുള്ളിയുടെ എണ്ണം കൃത്യമായിരിക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കഴിഞ്ഞു. ഇനിയൊരല്പം ഉപ്പും ചേർത്ത് നമ്മൾ അങ്ങനെ കാത്തിരിക്കുമ്പോ ആടിയാടി വരണു നമ്മുടെ പ്രിയങ്കരനാം ഷോഡ. ഇതിന്റെ ബാക്കി എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയാം എന്നൊരു കള്ളച്ചിരിയോടെ നിങ്ങൾ ഓർക്കുകയാണോ? അയ്യടാ, വക്രിച്ച് വക്ക് പൊട്ടി വികൃതമായ നിങ്ങളുടെ വിചിന്തനങ്ങൾ ഇന്നത്തോടെ അവസാനിപ്പിച്ചോളൂ. ഇതുവേ എൻ കട്ടളൈ. ഞാൻ പോലും അറിയാതെ എന്റെ ഉടലിൽ കയറിയ ഉഗ്രരൂപിയായ ശിവകാമി ദേവിയെ ഉപ്പെറിഞ്ഞ് ഓടിച്ചു വിട്ടു. ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. പൊട്ടിക്കുന്നു, ഒഴിക്കുന്നു. പിന്നെ ഒഴിക്കുമ്പോ ദിങ്ങനെ ഒഴിക്കരുത്. കാറ്റ് പോകാത്ത പുതിയ സോഡ വാങ്ങി ഒറ്റ കമത്തിയാ ദിങ്ങനെ വരണം. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ഇടം വലം തിരിയാതെ കുടിക്കോ കഴിക്കോ എന്താന്ന് വെച്ചാ ആയിക്കോളൂ. ഇപ്പോഴത്തെ പിള്ളേരെ പറ്റിക്കാൻ ഇതൊന്നും മതിയാകില്ല എങ്കിലും അധികാലേ ശോചനേ സുഖം എന്ന രണ്ടാം ഗുണപാഠത്തോടെ ഇന്നത്തെ വെടിക്കെട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ദിവസം അടുത്ത കഥ. It's me, Hasina from Eras Castle.